ശ്രീ ജയശങ്കർ, പ്രധാനമായും CMRL ഡൽഹി ഹൈക്കോടതി അറിയിച്ചത് ഇങ്ങനൊരു അന്വേഷണം നടത്താൻ തന്നെ SFIOക്ക് അധികാരമില്ല എന്നുള്ള കാര്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിലാണ് ഇന്ന് SFIO ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കാം. ഒന്ന്, ഭീകര സംഘടനയുമായി അനുകമ്പമുള്ള വ്യക്തികൾക്ക് പണം നൽകിയോ CMRL എന്ന സംശയം. 2, എന്തിന് എക്സാലോജിക്കിന് പണം നൽകി, അത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്ന് SFIO പറയുന്നു. 3, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആണ് ഇനി നിലപാട് സ്വീകരിക്കേണ്ടത്. കേന്ദ്രം ഒരു നിലപാട് അറിയിച്ചാൽ മുന്നോട്ട് പോകും. സ്വാഭാവികമായി മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ പ്രോസിക്യൂട്ട് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ അടുത്ത വാദം 23-നാണ്. 23 അത് കഴിഞ്ഞ് കേരളത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നു താങ്കൾക്ക്? അല്ല, കേരളത്തിലെ എന്ത് മാറ്റം ഉണ്ടാവും എന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യമാണ്. ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള വിഷയം ഈ CMRL എന്ന് പറഞ്ഞ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് കരിമണലുമായി ബന്ധപ്പെട്ടാണ്. ഈ കരിമണൽ എന്ന് പറയുന്നത് CMRL കമ്പനിക്കാർ അവരുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ തറവാട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സാധനമല്ല. അത് ഈ ആലപ്പുഴയ്ക്കും കൊല്ലത്തിനും ഇടയ്ക്കുള്ള തീരപ്രദേശത്ത് കടലിൽ അടിഞ്ഞിടക്കുന്ന ഒരു സംഗതി വാരിയെടുത്ത് അത് സംസ്കരിക്കുന്നു എന്ന രീതിയിൽ അത് ചേറ്റിക്കൊഴിച്ച് വിദേശത്തുള്ള വലിയ കുത്തകൾക്ക് കൈമാറ്റം ചെയ്യുന്ന പരിപാടികൾ ഇവർ ചെയ്യുന്നു. അത്ര വലിയ സംസ്കരണ സംവിധാനമൊന്നും അവിടെ ഇല്ല. അപ്പൊ ഇത് മിക്കവാറും വമ്പിച്ച ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ്. വലിയ ലാഭം കിട്ടുന്നതാണ്. മാത്രവുമല്ല, കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളെയൊക്കെ പ്രീതിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും ആണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മിക്കവാറും എല്ലാ നേതാക്കന്മാർക്കും ഇവർ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വലിയ നേതാക്കന്മാർക്ക് കൂടുതൽ പൈസ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പുറത്തു വന്ന ലിസ്റ്റ് എന്ന് നമുക്കറിയാലോ. അതിന് ഭരണകക്ഷി പ്രതിപക്ഷമില്ലാതെ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മിക്കവാറും നേതാക്കന്മാർക്ക് മാസാമാസം ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ CMRL. ഇന്നിപ്പോ കോടതി താരതമ്യം ചെയ്തത് ഈ കാലിത്തീറ്റ കുംഭകോണ കേസുമായി ബന്ധപ്പെട്ടാണ്. ലാലു പ്രസാദ് പോയതുപോലെ ആരെങ്കിലും അഴിക്കുള്ളിലാകുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പൊ അതുപോലെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ പൈസ കൊടുക്കുന്നു. ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ്. ഇനി തീവ്രവാദ ബന്ധമുള്ള സംഘടനക്കാർ ചെന്നാൽ അവർക്കും പൈസ കൊടുക്കും. കാരണം അത് തീവ്രവാദത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, ബിസിനസ് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ മുതലാളിയെ ന്യായീകരിക്കല്ല. അദ്ദേഹത്തിന്റെ രീതി ഇതാണ്. എല്ലാ ആളുകൾക്കും പണം കൊടുക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക, എല്ലാവരെയും സംതൃപ്തരാക്കുക, അങ്ങനെ ലാഭത്തിൽ നിന്ന് കൂടുതൽ ലാഭത്തിലേക്ക് പോവുക. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു സംഘടനക്കാർ വരുമ്പോൾ നിങ്ങൾ തീവ്രവാദികളാണ്, ഞങ്ങൾ ഗാന്ധിയന്മാർക്ക് മാത്രമേ പൈസ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഭരണകക്ഷിക്ക് മാത്രമേ പൈസ കൊടുക്കുള്ളൂ, പ്രതിപക്ഷത്തിന് പൈസ കൊടുക്കില്ല എന്ന് അദ്ദേഹം പറയില്ല. അദ്ദേഹം തീവ്രവാദം ഉള്ളവർക്കും കൊടുക്കും, മിതവാദം ഉള്ളവർക്കും കൊടുക്കും, സമാധാനകാംക്ഷികൾക്കും കൊടുക്കും, ബോംബ് വയ്ക്കാൻ പോകുന്നവർക്കും പൈസ കൊടുക്കും. അപ്പൊ അത്രേ ഈ അഭിഭാഷകനോട് പറഞ്ഞാലേ അർത്ഥമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് അന്തർലീനമാണ്.